ഇപ്പോൾ Jcb എന്നുള്ള കമ്പനിയെ കുറിച്ചിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. Jcb എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നൊരു സാധനം ഈ ഒരു സാധനമാണ്. പക്ഷേ Jcb എന്നുള്ള കമ്പനി സ്മാർട്ട് ഫോണുകളും കൂടി നിർമ്മിക്കുന്നുണ്ട്. Jcbയുടെ ടഫ്ഫോൺ മാക്സ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Jcbയുടെ ടഫ്ഫോൺ മാക്സ് എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. IPS LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 62,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് AMOLED ഡിസ്പ്ലേ. പക്ഷേ ഇതിൽ AMOLED ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല, LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കൂടിയ റിഫ്രഷ് റേറ്റ്. അപ്പം അത് മിസ്സിംഗ് ആണ്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. AMOLED ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല, കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന് MIL SPEC 810Gയുടെ സർട്ടിഫിക്കേഷനൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ. അതുപോലെ തന്നെ IP68 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. പിന്നെ വളരെ ഹാർഡൻ ചെയ്തിട്ടുള്ള ഒരു പോളി കാർബണേറ്റ് ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ മെറ്റൽ മെറ്റീരിയലുള്ള ഒരു ബാക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡ്യൂറബിലിറ്റി അതുപോലെ തന്നെ സ്ട്രെങ്ത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 700 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. പക്ഷേ 62,800 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം 15,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം. പക്ഷേ ഈ ഫോണിൻ്റെ വില 62,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറേ അല്ല ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിൽ 8GB റാമും 256GB ഇൻറ്റേർണലൊക്കെ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. 16 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. 2 മെഗാ പിക്സൽ മാക്രോ ലെൻസും അതുപോലെ തന്നെ 4ാമത് ഒരു VGA ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 12,200 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 600 പൗണ്ട് എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 62,800 രൂപ പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ സംഭവം ശരിയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ഫോൺ ആയിരിക്കും. അതുപോലെ തന്നെ 12,200 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ അല്ല. AMOLED ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറും ഇതിൽ വരുന്നില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു റഗഡ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്താലും ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ അതിനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും Jcbയുടെ ടഫ്ഫോൺ മാക്സ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് അത്ര മികച്ചൊരു ഫോണായിട്ട് തോന്നിയിട്ടില്ല.